ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. To the right goal through the right path. ProfCon 17th Professional Students National Conference 8th, 9th and 10th March 2013 at Malappuram. നന്മയുടെ നറുമധുരവും ധർമ്മബോധത്തിന്റെ ധവളിമയുമായി മലപ്പുറത്തിന്റെ മണ്ണിൽ മറക്കാനാവാത്ത 3 ദിനരാത്രങ്ങൾ. തിരക്കൊഴിയാത്ത ജീവിതക്രമത്തിൽ നിന്നും സ്വസ്ഥത നൽകാത്ത പഠനാന്തരീക്ഷത്തിൽ നിന്നും ബോധപൂർവം നീക്കിവെച്ച വിജ്ഞാന വിനിമയത്തിന്റെയും വിവരശേഖരണത്തിന്റെയും വിലപ്പെട്ട നാളുകൾ. മരണത്തിനും ജീവിതത്തിനുമപ്പുറം കാത്തുകിടക്കുന്ന യഥാർത്ഥ ജീവിതം അനന്തമാണെന്നും അത് അന്വർത്ഥമാക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ച വിദ്യാർത്ഥികളുടെയും വിജ്ഞാന കുതുകികളുടെയും ഹൃദ്യമായ സമാഗമം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, ഫാർമസി, നഴ്സിംഗ്, ലോ, മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പങ്കെടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളോടൊപ്പം വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലെ സൗഹൃദ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം. അന്താരാഷ്ട്ര പ്രശസ്തരായ അതിഥികളെ അണിനിരത്തി 3 വേദികളിൽ 5 ഭാഷകളിലായി നടന്ന പ്രൗഢഗംഭീരമായ ദേശീയ വിദ്യാർത്ഥി സമ്മേളനം. രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലെ ഭരണകർത്താക്കളും അറിയപ്പെടുന്ന അക്കാദമിക വിചക്ഷണരും കഴിവുറ്റ കരിയർ പരിശീലകരും മന്ത്രിമാരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്ത ഐതിഹാസിക സമ്മേളനം. അച്ചടക്കവും ആത്മനിയന്ത്രണവും പാലിച്ച് അത്യധികം ഉത്സാഹത്തോടെ അതിലുപരി പ്രതിഫലേച്ഛയോടെ ദൈവമാർഗത്തിൽ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധരായ സേവകരുടെ മനം നിറഞ്ഞ സാന്നിധ്യം. പ്രമാണബദ്ധമായ പ്രഭാഷണങ്ങളും ആവേശകരമായ ചർച്ചകളും വിജ്ഞാനദായകമായ ചോദ്യോത്തരങ്ങളും സമ്മാനിച്ച് മലപ്പുറം MSP ഗ്രൗണ്ടിൽ 17ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പരിസമാപ്തി കുറിച്ചു. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. പ്രോഫ്കോണിൻ്റെ 2ാമത്തെ സുദിനമായ ഇന്ന് വെന്യൂ 3യിലെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് എന്നുള്ള വിഷയത്തിൽ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ ക്ലാസ്സുകളെടുക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുവാൻ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി അവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്
ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم الله الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين هو الحي لا إله إلا هو فادعوه مخلصين له الدين الحمد لله رب العالمين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 17ാമത് പ്രോഫ്കോൺ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നലെ തുടക്കം കുറിച്ചു. അതിലെ ഇന്നത്തെ വളരെ ശ്രദ്ധേയമായ ഒരു സെഷനിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. വിശ്വാസകാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ എന്ന പേരിൽ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ നാം അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, അത് കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ട ഈ ഒരു വേദിയിൽ അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതാണ് നിങ്ങളുടെ മുന്നിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു, അവനിലുള്ള വിശ്വാസം വിശ്വാസകാര്യങ്ങളിലെ ഏറ്റവും പരമപ്രധാനമായ വിഷയമാണ്. വിശ്വാസകാര്യങ്ങൾ എന്നുള്ള നിലക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം തന്നെയാണ്. ലോകത്തേക്ക് നിയുക്തരായ മുഴുവൻ പ്രവാചകന്മാരുടെയും സന്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായി പ്രവാചകന്മാരെല്ലാം തന്നെ മനുഷ്യരോട് ഉണർത്തിയിട്ടുള്ളതും അള്ളാഹുവിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കേണ്ടതായ ഒരു സദസ്സിലല്ല നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ വികലമാക്കപ്പെട്ട വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മൂടുറച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ സത്യത എന്ത് എന്നുള്ളതും എന്താണ് ശരിയായ ക്രമത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ത് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഉണർത്തുകയാണ്. അള്ളാഹു അവൻ ആരാണ്? ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത, എന്നാൽ ഇവിടെ നമ്മോടൊപ്പം തന്നെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മെ മാത്രമല്ല, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും, അതേപോലെ തന്നെ മനുഷ്യരെന്ന ഗണത്തിലുള്ളത് മാത്രമല്ല മറ്റ് ഏതൊക്കെ വിഭാഗം എന്നുള്ള നിലക്ക് നമ്മൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സൃഷ്ടിജാലങ്ങളുണ്ടോ അവയെല്ലാം തന്നെ സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു. കാരണം ഒരു സൃഷ്ടാവില്ലാതെ ഒരു വസ്തുവും ഈ ലോകത്തുണ്ടാകുകയില്ല. ഒരു സൃഷ്ടാവിൻ്റെ പ്രവർത്തനം അതില്ലാത്ത സൃഷ്ടികർത്താവ് അനിവാര്യമാണ് ഏത് കാര്യത്തിനും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ അറിയുമ്പോൾ അള്ളാഹു അവൻ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, അതുപോലെ എല്ലാറ്റിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. എല്ലാറ്റിനെയും ഏതൊരു തുടക്കമുള്ള വസ്തുവിനും ഒരു ഒടുക്കമുണ്ട്, ഒരു നാശമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും നശിപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാനുമുള്ള അധികാരമുള്ള ശക്തിയാകുന്നു അള്ളാഹു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യരോടായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹുല്ലദീ ഖലഖക്കും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖക്കും,
അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നു. സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും, അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു. മനുഷ്യ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മരണാനന്തരമുള്ള മരണമില്ലാത്ത ജീവിതത്തിന് ആവശ്യമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതും മനുഷ്യൻ അവൻ നൽകി. അതുകൊണ്ടാണ് സുമ്മ യുഹ്യീക്കും, അവൻ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നു. ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈഇൻ സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അതായത് ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളതിൽ അള്ളാഹുവിന് ആരെങ്കിലും അതിന് സഹായികളായിട്ടുണ്ടായിട്ടുണ്ടോ, കൂട്ടുകാരായിട്ടുണ്ടോ, അവനെ സഹായിച്ചവനായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവനിൽ പങ്കു ചേർക്കുക എന്നതാണ് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ആദ്യമായി എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാകുന്നു. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അവൻ നമ്മുടെ രക്ഷകനാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. കാരണം മരണത്തിന് ശേഷമുള്ള മനുഷ്യനോട് ചോദിക്കുന്ന വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യവും അള്ളാഹുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഖബറിൽ വെച്ച് മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ നമ്മളെല്ലാം തന്നെ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ മനസ്സിലാക്കുകയും ക്ലാസ്സുകളിലൂടെയും മറ്റുപദേശങ്ങളിലൂടെയുമായിക്കൊണ്ട് നാം അത് അറിയുകയും ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലും ഏറ്റവും ആദ്യത്തെ ചോദ്യം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ്. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? അതിന് കൃത്യമായും വിശ്വാസികൾ പറയേണ്ട മറുപടി ഏത് എന്നുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ മറുപടിയായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അല്ലാഹു റബ്ബി, അള്ളാഹുവാണ് എൻ്റെ രക്ഷകൻ, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്നുള്ളത് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അറിയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയും ഒരു വേള നശിപ്പിക്കുവാനും അധികാരമുള്ളവനാകുന്നു അള്ളാഹു. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം, വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വിശ്വാസങ്ങളെ 3 ഘടകമായി കൊണ്ട് തിരിക്കുന്നുണ്ട്. വിശ്വാസ കാര്യങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമ്മൾ സമ്മതിക്കുമ്പോൾ ആ ഏകത്വം തന്നെ 3 തരത്തിലുള്ള ഘടകങ്ങളായിക്കൊണ്ട് പറയുന്നു. ഒന്ന് തൗഹീദ് റുബൂബിയത്ത്, അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം, അത് നമ്മൾ അംഗീകരിക്കണം. കാരണം വിശ്വാസ കാര്യങ്ങളിൽ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമ്മൾ സമ്മതിച്ചെങ്കിൽ മാത്രമേ നാം യഥാർത്ഥ മുഅ്മിനുകളായി തീരുകയുള്ളൂ. നമുക്ക് മരണാനന്തര ജീവിതത്തിൽ രക്ഷ ലഭിക്കണമെങ്കിൽ അത് അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വൽ അർള്, അള്ളാഹു ചോദിക്കുന്നു. ഇതാ മനുഷ്യരോട് അള്ളാഹു ചോദിക്കുന്നത്, ഇതാ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഈ ആകാശങ്ങളെയും ഭൂമികളെയും എല്ലാം തന്നെ സൃഷ്ടിച്ചവൻ അവൻ ഒരുവനാണ് എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ എന്ന് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ പ്രപഞ്ചത്തെ മുഴുവനും നമുക്ക് വേണ്ടി സംവിധാനിച്ച ആ വിഷയത്തിൽ മറ്റൊരാളും തന്നെ പങ്കാളിയില്ല. മനുഷ്യനെ ജീവിപ്പിക്കുന്നു, അതുപോലെ തന്നെ അവന് വേണ്ടി വായുവും വെള്ളവും വെളിച്ചവും ഇവിടെ സംവിധാനിച്ചു. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സസ്യലതാദികളെ മുളപ്പിച്ചു. അവയ്ക്ക് സംരക്ഷണമായിക്കൊണ്ട് മഴ വർഷിപ്പിക്കുന്നു. അവയ്ക്ക് അതിൻ്റേതായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വെളിച്ചവും സൂര്യപ്രകാശം, അതുപോലെ തന്നെ മനുഷ്യനടക്കമുള്ള ജീവികൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി രാവും പകലുമുള്ള വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ഇവിടെ സംവിധാനിച്ചതിൽ അള്ളാഹുവിന് മറ്റൊരാളും തന്നെ പങ്കുകാരില്ല. അതാണ് തൗഹീദുർ റുബൂബിയത്ത്. റബ്ബ് അള്ളാഹുവാണ് എന്നുള്ളത് സമ്മതിക്കുക. റബ്ബ് എന്ന് പറയുമ്പോൾ അതേ പദം തന്നെ നമ്മൾ സാധാരണ പലപ്പോഴും പലർക്കും അത് ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ആ പദം പറയുമ്പോൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. റബ്ബ് എന്നുള്ള പദം മറ്റൊന്നിലേക്ക് ചേർത്തുകൊണ്ടല്ലാതെ പറയുമ്പോൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ച് മാത്രമാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം റബ്ബ് രക്ഷിതാവ്, അതല്ലെങ്കിൽ സംരക്ഷകൻ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ച്. നേരെ മറിച്ച് മറ്റു പലതിലേക്കും ചേർത്തുകൊണ്ട് പറയുമ്പോൾ അത് മറ്റർത്ഥങ്ങൾക്ക് ഉപയോഗിക്കും. റബ്ബുദ്ദാർ, ഒരു വീട്ടിൻ്റെ ഉടമസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയും, അല്ലെങ്കിൽ വീട്ടിൻ്റെ സംരക്ഷകൻ എന്ന് പറയും.
എന്നാൽ റബ്ബ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എല്ലാറ്റിനെയും, ഈ ലോകത്ത് കാണുന്ന എല്ലാറ്റിനെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഫാത്തിഹയിൽ, സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിന് ഞാൻ സ്തുതികൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ആ റബ്ബ് ആരാണ് എന്ന് പറയുന്നിടത്ത് റബ്ബുൽ ആലമീൻ, ലോകങ്ങൾ, ഏതൊക്കെ വസ്തുക്കളുണ്ടോ, ഏതൊക്കെ ജീവികളുണ്ടോ, ചരാചരങ്ങളുണ്ടോ, അവയെല്ലാറ്റിൻ്റെയും റബ്ബാണ് അള്ളാഹു. അങ്ങനെയുള്ള ആ അള്ളാഹുവിനുള്ള വിശ്വാസം, അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏത് കാലഘട്ടങ്ങളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ വികലമായ ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണകൾ നിലനിന്നിരുന്ന സമൂഹത്തിലേക്ക് തന്നെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്ക് പരിചയപ്പെടുത്തിയപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന മുശ്രിക്കുകളായിരുന്ന, ബഹുദൈവ വിശ്വാസികളായിരുന്ന, അള്ളാഹുവിൻ്റെ പുറമെ ഒരുപാട് രക്ഷകന്മാരെ കണ്ടിരുന്ന ആളുകൾ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, താങ്കൾ പറയുന്ന അള്ളാഹു ആരാണ്? നിങ്ങൾ പറയുന്ന അള്ളാഹു ആരാണ്? ആ അള്ളാഹുവിനെ ഞങ്ങൾക്കൊന്ന് വിശേഷിപ്പിച്ചു തരൂ, സിഫുലന, ഞങ്ങൾക്കൊന്ന് ആ അള്ളാഹുവിനൊന്ന് പരിചയപ്പെടുത്തി തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ള അധ്യായം അവതരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുസ് സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവിടെയും തന്നെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഇതാ നിങ്ങൾ ചോദിക്കുന്ന വിഷയമുണ്ടല്ലോ, കാര്യം നിങ്ങൾ ഗ്രഹിക്കുക. അല്ലാഹു അഹദ്, അവൻ ഏകനാകുന്നു, അവൻ ഒരുവനാകുന്നു എന്നുള്ളത് പരിചയപ്പെടുത്തി. ആ പരിചയപ്പെടുത്തിയിടത്ത് ഇവിടെ നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ട തൗഹീദുർ റുബൂബിയ്യത്ത്, അതിലും അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആ അള്ളാഹുവിൻ്റെ ഗുണമായി കൊണ്ട് പിന്നീട് പറയുന്ന അല്ലാഹു സ്വമദ്, അവന് ആരുടെയും ആശ്രയം ആവശ്യമില്ല. ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വ്യാജ ദൈവങ്ങളും അതുപോലെ തന്നെ മനുഷ്യരുടെ രക്ഷകര് എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും അംഗീകരിക്കുകയും പലർക്കും പൂജകളും അതുപോലെ തന്നെ അവരുടേതായ പലതും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാകുന്നു. കാരണം അവരുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ആരുടെയും ആശ്രയം ആവശ്യമില്ല, ആരെയും ആശ്രയിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിനെയാകട്ടെ എല്ലാ വസ്തുക്കളും, നമുക്ക് മനുഷ്യരെന്ന് മാത്രമല്ല, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ ആ ജീവജാലങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെ ആവാസ വ്യവസ്ഥകൾ ഇവിടെ നിശ്ചയിച്ചു. അവയ്ക്കെല്ലാം തന്നെ ആവശ്യമായ ജീവിത മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ടാക്കി. അവയുടെ വംശവർദ്ധനവ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കി. ഇങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യനെന്ന് മാത്രമല്ല എല്ലാ ജീവികൾക്കും അവൻ ആവശ്യമാണ്, എല്ലാ ജീവികൾക്കും അവൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അവൻ ആരുടെയും മകനല്ല, എന്നാൽ അവൻ ആരുടെയും പിതാവുമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും തന്നെ ദൈവങ്ങൾ എന്ന് പറയുന്നവർ ജനിച്ചുണ്ടായവരാണ്. അതുപോലെ തന്നെ ദൈവങ്ങളായി അവരോധിച്ചിട്ടുള്ള പല മഹത്തുക്കളെയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവർക്കൊരു ഇല്ലായ്മയുണ്ടായിരുന്നു. കുറേ കാലഘട്ടം അവരുണ്ടായിരുന്നില്ല, പിന്നീട് അവർ ജനിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരുടെയും മകനായി ജനിച്ചവനല്ല, ആരുടെയും പിതാവുമല്ല എന്നുള്ളതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അറിയുമ്പോൾ. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ അംഗീകരിക്കേണ്ടതായ വിഷയം. അതേപോലെ തന്നെ ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരും തന്നെയില്ല. ഈ കാര്യങ്ങൾ ഈ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോഴും അതിൻ്റെ കൂടെ ഈ ഒരു അള്ളാഹുവിൻ്റെ സവിശേഷതകളായിക്കൊണ്ട്